ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇത് നമ്മളൊരു സ്പെഷ്യൽ വ്ളോഗുമായിട്ടാട്ടോ വന്നിരിക്കുന്നത്. ഇന്ന് എൻ്റെ കുഞ്ഞി പെണ്ണിന് 4 വയസ്സ് തികയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ അങ്ങനെ വലിയ രീതിയിലൊന്നും ഒരു സെലിബ്രേഷനൊന്നും ഇല്ല, ജസ്റ്റ് ഒന്ന് കേക്ക് കട്ട് ചെയ്യും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ പ്രാവശ്യം വിചാരിച്ചു ഒരു വെക്കേഷനായിട്ട് കുഞ്ഞുങ്ങളെ എങ്ങും കൊണ്ടുപോയില്ല. അന്നേരം വിചാരിച്ചു എന്നാൽ പിന്നെ ബീച്ചിലൊന്ന് പോകാണ്. നമ്മൾ പോകുന്ന ബീച്ചിൻ്റെ പ്രത്യേകതയാണ് ഒരു സൈഡിലെ കായലും ഒരു സൈഡിലും കടലും. അത് രണ്ടും കൂടെ കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റിലാട്ടോ നമ്മൾ പോകുന്നത്. അപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നേരത്തെ നിങ്ങൾ കണ്ടത് കായലും ഇപ്പം നിങ്ങൾ കാണുന്നത് കടലും കേട്ടോ. ഇത് രണ്ടും കൂടെ ഒരുമിക്കുന്ന ഒരു പ്ലേസിലാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. കാപ്പിൽ ബീച്ച്, പറവൂർ ബീച്ച് എന്നൊക്കെ പറയും കേട്ടോ. കഴിഞ്ഞ ഒരു വർഷം മുമ്പ് നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഏപ്രിൽ 22 ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ചുമ്മാ ഇവിടെ നിന്ന് ബീച്ചിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വർഷം ശേഷമാണ് കേട്ടോ പിന്നെയും വരുന്നത്. ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഈ ബീച്ചിൽ ഫുള്ള് പാറക്കെട്ടാണ്, മൊത്തത്തിൽ പാറക്കെട്ട് കൊണ്ട് ഇങ്ങനെ വരമ്പ് ഇട്ടേക്കുന്ന പോലെ അങ്ങനെ ഇതാണ് കേട്ടോ. അപ്പോൾ ജോഷു അതിൻ്റെ മണ്ടേ കയറിയിരുന്നു. ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ ജോഷിലേക്ക് എടുത്തു കൊടുത്തു. അപ്പോൾ ഞങ്ങളൊരു റോഡ് സൈഡിൽ നിന്ന് ഷോർട്ട് കട്ട് വഴി ഞങ്ങളിങ്ങനെ കയറി കേട്ടോ. അപ്പോൾ അച്ഛൻ വണ്ടിയും കൊണ്ടായിരുന്നു വന്നത്. വണ്ടിയും കൊണ്ട് വരാണെങ്കിൽ നല്ലൊരു ചുറ്റും ഇടണം കേട്ടോ. അപ്പോൾ ഞാൻ അത്രയും നേരം അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ കുഞ്ഞുങ്ങളെയും കൊണ്ട് അവിടെ നിന്നപ്പോഴത്തേക്ക് അച്ഛൻ വന്നു കേട്ടോ. ഇങ്ങോട്ട് നോക്ക്, അപ്പം നമ്മുടെ ആ ഒരു പോയിന്റിൽ എത്താൻ വേണ്ടിയിട്ട് കുറച്ചധികം നടക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. വണ്ടി അങ്ങ് വരെ ഒന്നും പോകത്തില്ല, കുറച്ച് ദൂരം വണ്ടി പോവും, പിന്നെ അവിടെ നമ്മൾ നടക്കുക തന്നെ വേണം കേട്ടോ. പിന്നെ ഈ മണ്ണിനകത്ത് കൊണ്ട് വണ്ടി വെച്ചാലും ടൂ വീലർ ആയതുകൊണ്ട് പൊതഞ്ഞു പോകും എന്നുള്ളതുകൊണ്ട് നമുക്ക് ഒരുപാട് അങ്ങ് അകത്തോട്ട് കൊണ്ടുവെക്കാനും പറ്റത്തില്ല. അപ്പോൾ ഈ കാണുന്നത് മൊത്തം കായലാട്ടോ. പക്ഷേ സത്യം പറയാമെങ്കിൽ ഇവിടെ ആണെങ്കിൽ നശിപ്പിച്ചിട്ടേക്കാണ്, കുറേ വേസ്റ്റും അതും ഇതും എല്ലാം കൊണ്ടിട്ട് പ്ലാസ്റ്റിക്കും കവറും കൊണ്ട് സത്യം പറഞ്ഞാൽ അവിടെ നടക്കാൻ പറ്റാത്ത രീതിയിൽ ഭയങ്കരമായിട്ട് വേസ്റ്റ് ആക്കിയിട്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ ഇത്രയും ആളും ഇല്ലായിരുന്നു, ഇത്രയും വേസ്റ്റും ഇല്ലായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ വണ്ടി ഇവിടെ നിന്ന് ഒതുക്കി വെച്ചപ്പോഴത്തേക്ക് ഒരു ഓട്ടോയിൽ കണ്ട് ജോഷിയും ജോലി കൂടെ പിന്നെ ഓട്ടോയിൽ കളിക്കാൻ വേണ്ടി കയറി. പിന്നെ അവരെയും വിളിച്ചിറക്കിക്കൊണ്ട് ഞങ്ങൾ പിന്നെ അപ്പോഴത്തേക്ക് വണ്ടിയൊക്കെ ഒതുക്കി പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇറങ്ങി കേട്ടോ. ഹെൽമെറ്റൊക്കെ സേഫായിട്ടൊരിടത്ത് വെച്ച്, കാരണം പല ആൾക്കാർ വന്ന് പോകുന്നതായതുകൊണ്ടും മഴയൊക്കെ പെയ്താൽ പണി കിട്ടും എന്നുള്ളതുകൊണ്ട് ഹെൽമെറ്റൊക്കെ സേഫാക്കി വെച്ചിട്ട് ഞങ്ങൾ പിന്നെ അങ്ങനെ നടന്നു കേട്ടോ. കുറേ അധികം നടക്കാറുണ്ട്. നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് കായലാണ്, റൈറ്റ് സൈഡിൽ കാണുന്നത് കടലാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഈ കായലിൻ്റെ അവസ്ഥ വളരെ ശോചനീയമാണ്. കാരണം എന്ന് വെച്ചാൽ വേസ്റ്റ് കൊണ്ട് നമുക്ക് അങ്ങോട്ട് അടുക്കാൻ പറ്റത്തില്ല. എന്നിട്ടും കുഞ്ഞുങ്ങളൊക്കെ ഇറക്കി വിട്ട് ആൾക്കാർ ഇങ്ങനെ കളിക്കും. ഈ കായൽ നമുക്ക് കുഞ്ഞു പിള്ളേർക്ക് പോലും ഇറങ്ങി നടക്കാൻ കേട്ടോ, അത്രയ്ക്ക് ആഴം കുറവാണ്. നമുക്ക് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അടിഭാഗം നന്നായിട്ട് കാണാം, അത്രയ്ക്ക് തെളിഞ്ഞ വെള്ളം. പക്ഷേ ഫുള്ള് വേസ്റ്റ്, പ്ലാസ്റ്റിക്കിൻ്റെ ടിന്നുകളും പാത്രങ്ങളും പിന്നെ കുപ്പികളും പ്ലാസ്റ്റിക് കവറും കൊണ്ട് നിറഞ്ഞിരിക്കും കേട്ടോ. അതിനകത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇറങ്ങാനേ തോന്നിയില്ല അങ്ങോട്ട്, കാരണം അത്രയ്ക്ക് വൃത്തികേടായിട്ട് കിടക്കുമായിരുന്നു. അപ്പം കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ ആൾക്കാർ ഇവിടെ വന്നിരുന്ന് കളിക്കുകയും അതിനകത്ത് ഇറങ്ങിയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ആളില്ലാത്തൊരു പ്ലേസ് നോക്കി നമ്മളിങ്ങനെ നടക്കുകയാണ് കേട്ടോ. കുറച്ച് അകത്തോട്ട് പോയി നമ്മൾ, കാരണം നമുക്ക് കുറച്ച് വീഡിയോസ് എടുക്കണമായിരുന്നു ജുവലിൻ്റെ. അപ്പോൾ വലിയ ബഹളമൊന്നും ഇല്ലാത്ത സ്ഥലം വേണമായിരുന്നു നമുക്ക് സെലക്ട് ചെയ്യാൻ. അങ്ങനെ ഞങ്ങൾ കുറേ അങ്ങോട്ട് നടന്നപ്പോഴത്തേക്ക് പിള്ളേരുടെ ചെരുപ്പിലൊക്കെ ആണെങ്കിൽ മണ്ണും പൊടിയൊക്കെ ആയി കേട്ടോ. അങ്ങനെ അതിൻ്റെ പരാതിയൊക്കെ വന്ന് പറയുവാണ് ജുവൽ. അങ്ങനെ അച്ഛൻ കുറച്ച് ഫ്രണ്ടിലോട്ട് നടന്നു. അങ്ങനെ ഞങ്ങളുടെ ഒരു സ്പോട്ടിലെത്തി ഇവിടെ വെച്ച് എടുക്കാമെന്ന് വിചാരിച്ചു, കാരണം ഇവിടെ അധികം ആളുടെ ബഹളമൊന്നും ഇല്ല. ഇപ്പോൾ ആൾ കൂടിക്കൂടി വരുന്നതുകൊണ്ട് ഞങ്ങളൊരു 5 മണി 4:45 5 മണി ആയപ്പോഴാട്ടോ ഞങ്ങൾ ബീച്ചിലെത്തിയത്. അപ്പോൾ ആൾ ആയി വരുന്നതേ ഉള്ളൂ, കുറച്ചൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്. അപ്പം നമ്മളൊരു സ്പോട്ട് അങ്ങനെ ഫിക്സ് ചെയ്തു, ഇവിടെ നിന്ന് നമ്മുടെ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ പറഞ്ഞല്ലോ ജുവലിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് അവളുടെ കുറച്ച് വീഡിയോസ് എടുക്കണം, ഫോട്ടോസ് എടുക്കണം എന്നുള്ള ചിന്തയിലാണ് നമ്മളിവിടെ വന്നത്. അപ്പം ഞാൻ പൊതുവെ ഇൻസ്റ്റയിലൊക്കെ കുറേ വീഡിയോസ് ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു, കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേക്ക് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അത് എൻ്റെ മനസ്സിലിങ്ങനെ ഒരു പ്ലാനിങ് ആയിട്ട് ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു, അതൊന്ന് ചെയ്യണമെന്ന്. അങ്ങനെ അത് ചെയ്യാമെന്ന് വിചാരിച്ച് ജുവലിന് പറഞ്ഞു കൊടുക്കുകയാണ് എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഓരോന്ന് കാണിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന പോലെയൊക്കെ അവൾ ചെയ്യുമായിരുന്നു. അപ്പം നമ്മളിങ്ങനെ ഉദ്ദേശിച്ചത് മണലിങ്ങനെ കൂനയാക്കി വെച്ചിട്ട് 3 എന്നുള്ളത് നമ്പർ നടുക്കിങ്ങനെ വെച്ച് അവൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്. അവൾ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഓടി വന്ന് ആ 3 എടുത്തിട്ട് 4 അവിടെ പ്ലേസ് ചെയ്യണം. അതായിരുന്നു നമ്മൾ ഉദ്ദേശിച്ച വീഡിയോ കേട്ടോ. അപ്പം ഞാൻ അവൾക്ക് ഡയറക്ഷനൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഞാനും അവളുടെ കൂടെ ഓടി വരുവാണ് കേട്ടോ. എന്നിട്ട് അവൾ ചോദിക്കും ഇനി എന്ത് വേണം എന്ന് ചോദിക്കുക. എന്നിട്ട് ഞങ്ങൾ 4 വെച്ചിട്ട് 3 എടുത്തു. പിന്നെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് 3 എടുത്തിട്ട് 4 വെക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് ഒരു ഇതൊക്കെ ആളൊപ്പിച്ച് എന്നിട്ട് ചിരിച്ചുകൊണ്ടൊക്കെ നിന്ന്
എന്നിട്ട് പിന്നെ ഞാൻ പറഞ്ഞു കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ 4 പിടിച്ചുകൊണ്ട് നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ എന്ത് പറഞ്ഞു കൊടുത്താലും അവൾ അതുപോലെ ചെയ്യും കേട്ടോ. അങ്ങനെ വലിയ ബഹളമൊന്നും ഇല്ലാത്ത ഒരാളാണ്. പിന്നെ 4 കയ്യിൽ 4ൻ്റെ നമ്പർ കൊടുത്തിട്ട് പിന്നെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. നമ്മുടെ ജോഷു മോനാണെങ്കിൽ ഇവിടെ പല പല പരിപാടികൾ, അവൻ വീടൊക്കെ ഉണ്ടാക്കും, മണ്ണിൽ കളിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. വെക്കേഷനായിട്ട് അവരെങ്ങും കൊണ്ടുപോകുന്നുള്ള പരാതി ഇതോടെ തീരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ നമ്മുടെ അടുത്ത ഐറ്റം ഈ 3ൻ്റെ ഒരു നമ്പർ ഇങ്ങനെ കൈ കൊടുത്തിട്ട് അതിങ്ങനെ പറത്തി വിട്ടിട്ട് നമുക്ക് 4 കയ്യിൽ കൊണ്ടു കൊടുക്കണം, ആ ഒരു ഇതാണ്. അപ്പോൾ ഇവളങ്ങോട്ട് പറത്താൻ ഇവക്ക് ഭയങ്കര മടി, കാരണം ഇത് പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടത്തില്ലല്ലോ എന്നുള്ളൊരു വിഷമം കൊണ്ട് അത് വിടാനൊരു മടിയായിരുന്നു കേട്ടോ. എന്നാലും ജോഷു 4 കൊണ്ടു കൊടുക്കാന്ന് ജോഷു തിരിച്ചു കൊടുത്തു. അപ്പം ഞങ്ങൾ ചിരിച്ചിരിച്ച് ചത്തു. ഈ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ബിഹൈൻഡ് ദ സീനൊക്കെ നല്ല രസമാണ് കേട്ടോ. കുറേയൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ അവൻ കറക്റ്റായിട്ട് കൊണ്ട് 4 കൊടുത്തു കേട്ടോ. പിന്നെ രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് വെച്ച് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ പിന്നെ ഞാനായിരുന്നു, എൻ്റെ ടേൺ ആയിരുന്നു. പിന്നെ ഞാനും ഇതുപോലെ 3 പറത്തി കളയുമ്പോൾ 4 കൊണ്ട് കൊടുക്കാനായിട്ട് ഞാനും ചെന്ന് അങ്ങനെ ഞാനും 4 കൊണ്ട് കൊടുത്ത് ഒരു ഉമ്മയൊക്കെ കൊടുത്ത്. ഞാൻ ഉമ്മയൊന്നും ചോദിച്ചിട്ട് തന്നെയല്ല കേട്ടോ. അത് പിന്നെ എപ്പോഴും ഭയങ്കര സ്നേഹപ്രകടനം ഉള്ള ആളാണ് എൻ്റെ കുഞ്ഞാവ. അപ്പോൾ അവളിങ്ങനെ എപ്പോഴും ഉമ്മയൊക്കെ തന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഞങ്ങൾ അവളുടെ കുറേ വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം കുറേ സെൽഫി വീഡിയോസ് എടുത്തേ. Happy birthday to you. അപ്പോൾ ഇതുവരെ രണ്ടുപേരും നമ്മളിങ്ങനെ പിടിച്ച് നിർത്തിയിരുന്നു. ഇനിയിപ്പം പിള്ളേരെ കളിക്കാൻ വിടേണ്ട സമയമാണ്. അതുകൊണ്ട് കുറച്ച് നേരം ഞങ്ങൾ പിള്ളേരുടെ കൂടെ, ഫസ്റ്റ് ടേൺ അച്ഛൻ്റെ ആയിരുന്നു. അച്ഛനും പിള്ളേരും കൂടെ കുറേ നേരം വെള്ളത്തിലൊക്കെ നിന്ന് കളിച്ചു. എന്നെ ടവലൊന്നും എടുക്കാൻ ഇനി വഴക്ക് പറഞ്ഞു, കാരണം വെള്ളത്തിൽ കുളിപ്പിക്കുക. എനിക്ക് പക്ഷേ ഈ ഉപ്പുവെള്ളത്തിൽ ഇങ്ങനെ കുഞ്ഞുങ്ങളെ ഇട്ടങ്ങ് അലമ്പുന്നതിനോട് വലിയ താല്പര്യമില്ലായിരുന്നു. ജസ്റ്റ് കാലൊക്കെ കൈയൊക്കെ നനച്ചെന്നുള്ളതേ ഉള്ളൂ. നമ്മൾ ഈ ഉപ്പുവെള്ളം എന്നിട്ട് അവിടെ നിന്നിട്ട് തന്നെ എൻ്റെ മുടിയൊക്കെ ആകെ ഡ്രൈ ആയി. ഈ കാറ്റിൻ്റെ ഇതൊക്കെ കൊണ്ടായിട്ടായിരിക്കാം ചിലപ്പം. അതുകൊണ്ട് നമ്മളങ്ങനെ അധികം അങ്ങനെ അവരെ വെള്ളത്തിലേക്ക് വിട്ടില്ല. നമ്മുടെ കൈ പിടിച്ച് തന്നെ നിന്ന് ഒരു കളിയും ചിരിയൊക്കെ ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ അങ്ങനെ എടുത്തു. സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള സമയം. പിള്ളേരെ കൊണ്ട് ബീച്ചിൽ പോകുമെന്ന് പറഞ്ഞാലും നമുക്ക് ഭയങ്കര എക്സ്പെൻസ് ഉള്ളൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്താൽ അവർ 2 ദിവസം കൊണ്ട് ചീത്തയായിക്കളയും. അതിപ്പോൾ ഒരു കാറാണെങ്കിലും അല്ലെങ്കിൽ ഒരു ടെഡി ബിയർ ആണെങ്കിലും അത് അവർ അന്നേരത്തേക്കുള്ള കഴിഞ്ഞിട്ട് അവരുടെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കഴിയുമ്പോൾ അവരത് എവിടെയാണെന്ന് വെച്ചാൽ കൊണ്ട് കളയും, അല്ലെങ്കിൽ നശിപ്പിച്ച് കളയും. പക്ഷെ നമ്മളിങ്ങനെ സ്ഥലങ്ങളിലൊക്കെ പോകുന്നത് കുഞ്ഞുങ്ങൾക്ക് ഇന്നൊരു ഓർമ്മയാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം കഴിഞ്ഞ 1 വർഷം മുന്നേ പോയപ്പം ജുവലിന് 1 വയസ്സും കൂടെ കുറവായിരുന്നു. ആ സമയത്ത് ബീച്ചിൽ പോയ കാര്യം അവൾ ഇപ്പോഴും എന്നോട് ഷെയർ ചെയ്യാറുണ്ട്. അപ്പം ഞാൻ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ മെമ്മറിയിൽ അവർക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ എത്രമാത്രം ഹോൾഡ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ് ശരിക്കും നമുക്ക് അന്നേരം മനസ്സിലാവുന്നത്. അപ്പോൾ ഞാൻ കൂടുതലും ഈ ടോയ്സ് വാങ്ങിച്ചു കൊടുക്കുന്നതിനേക്കാളും മറ്റ് കാര്യങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടം എനിക്ക് ഇങ്ങനെ വെള്ളത്തിൽ കളിപ്പിക്കാനാണ്. അപ്പോൾ കിട്ടിയ അവസരങ്ങൾ നന്നായിട്ട് മുതലാക്കാൻ വേണ്ടിയിട്ട് ഓരോ ഡാൻസിൻ്റെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ചുമ്മാ ഞങ്ങളിങ്ങനെ കാണിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ അവളുടെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ കറങ്ങുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ അവളോട് വീട്ടിൽ പറയും എൻ്റെ കയ്യിൽ പിടിച്ച് ഇങ്ങനെ കറങ്ങാൻ പറയുമ്പോൾ അവൾക്ക് അത്ര വശം വരത്തില്ല, എന്നാലും അല്ലാത്ത രീതിയിലൊക്കെ അവൾ കറങ്ങും കേട്ടോ. അപ്പോൾ അത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അവളുടെ കയ്യിൽ പിടിച്ച് ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് കറങ്ങി അപ്പുറത്തെ സൈഡിലോട്ട് വരുന്ന കാണാനും അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവൾക്ക് സന്തോഷം കൊണ്ട് ഈ ഉമ്മയൊക്കെ തരും അവൾ. ഞാൻ അവളോട് ചെയ്യാൻ പറയുമ്പോൾ അവൾക്കത് അത്ര അങ്ങോട്ട് വാക്ക് വരുന്നില്ല. അവൾ അന്നേരം നോർമലായിട്ട് ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് തിരിയുന്ന പോലൊക്കെ കാണിക്കത്തുള്ളൂ കേട്ടോ. പക്ഷെ അവൾക്ക് ഞാൻ അങ്ങനെ കാണിക്കുന്ന അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്നിട്ട് എന്നോട് ഭയങ്കര സ്നേഹം അവൾക്ക്. അല്ലെങ്കിൽ അവൾ ഭയങ്കര എക്സ്പ്രസീവാണ്. ഞങ്ങളുടെ വീട്ടിൽ എനിക്ക് തോന്നുന്നു എൻ്റെ സ്വഭാവമാണ് അവൾക്ക്, കാരണം ഞാനും ഭയങ്കര എക്സ്പ്രസീവാണ്. അതുപോലെയാണ് അവളും ഇങ്ങനെ എക്സ്പ്രസീവാണ് ഭയങ്കര. കിടക്കുമ്പോഴൊക്കെ നമ്മളെ ഇങ്ങനെ ചേർത്ത് പിടിച്ച്, എനിക്ക് തോന്നുന്നു അവളാണോ എൻ്റെ അമ്മയെന്ന് എനിക്ക് ചിലപ്പോൾ ഡൗട്ട് തോന്നാറുണ്ട്. അത്രയ്ക്ക് കെയറിങ്ങും സ്നേഹവും ഒക്കെ അവൾക്ക് കേട്ടോ. ചോറ് കഴിക്കുവാണെങ്കിൽ അവളുടെ അടുത്ത് ചെല്ലുമ്പോൾ അവൾ വാരിത്തരും. ഉറങ്ങുവാണെങ്കിൽ അവളുടെ കുഞ്ഞു കയ്യിൽ എൻ്റെ തല വെച്ച് അവളെ കിടത്തും, അവിടെ നെഞ്ചത്ത് കിടത്തി ഉറക്കും. അങ്ങനെയൊക്കെയാണ് അവൾ ചെയ്യുന്നത്. ഭയങ്കര കെയറിങ് ആണ്. എനിക്ക് എൻ്റെ മോളെക്കുറിച്ച് പറയുമ്പം ഏറ്റവും ഫസ്റ്റ് പറയാൻ തോന്നുന്ന ഒരു കാര്യം, അവൾ ഭയങ്കര സ്നേഹിക്കാൻ അറിയാവുന്ന ഒരു കുഞ്ഞാണ്, അല്ലെങ്കിൽ നന്നായിട്ട് സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്ന ഒരാളാണ്. അതൊക്കെയാണ് എനിക്ക് അവളെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ ആളിച്ചിരി വായടിക്കോതയാണ് കേട്ടോ. ഭയങ്കര വർത്താനം പറച്ചിലാണ്. അവളുടെ വർത്താനം കേൾക്കാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അവന്. എൻ്റെ ജോഷുമോനാണെങ്കിൽ പിന്നെ നേരെ തിരിച്ചാട്ടോ, അധികം അങ്ങനെ വർത്താനം പറയുന്ന ആളല്ല. അവനൊരു ആങ്കൊച്ചായതുകൊണ്ടാണെന്ന് അറിയില്ല, അവൻ അവൻ്റേതായ ലോകത്തിങ്ങനെ വിരിവിരി കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അവളെ സംബന്ധിച്ച് അവളിങ്ങനെ വർത്താനം പറച്ചിൽ കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിൽ വരുന്ന എല്ലാവരും പറയും മോള് എക്സ്ട്രോവേർട്ടും മോൻ ഇൻട്രോവേർട്ടും ആണെന്ന്. ഇനി വളർന്നു വരുമ്പോൾ അറിയാം എന്താവുമെന്ന്. പിന്നെ അടുത്ത അപ്പൻ്റെയും മക്കളുടെയും മാസ് എൻട്രി ആയിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വരക്കത്തിന് വേണ്ടി ഒരു തയ്യാറെടുക്കുകയാണ്. ജുവൽ
ഈ ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇവരുടെ ഒരു ഫോട്ടോയും വീഡിയോ എടുക്കാൻ നമ്മൾ ഇവരോട് റിക്വസ്റ്റ് ചെയ്ത് കെഞ്ചി കെഞ്ചി ഉപ്പാട് വരും. കാരണം ഇവരുടെ ശ്രദ്ധ മൊത്തം ആ വെള്ളത്തിലായിരിക്കും. ജുവലിനെ നേരത്തെ കൊണ്ടുപോയതിന്റെ വിഷമമാണ് ജുവലിന്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ജുവലിനെ ഞാൻ തിരിച്ച് വിളിച്ചുകൊണ്ട് പോകുന്നതിന് പിണക്കത്തിലായിരുന്നു ജുവൽ. പിണക്കം മാറ്റാൻ വേണ്ടി പിന്നെ അങ്ങോട്ട് ഓടി. ഞാൻ പിന്നെ വഴക്ക് പറഞ്ഞ് വിളിച്ചു കേട്ടോ. അപ്പോഴത്തേക്ക് അപ്പനും മോനും പാതി നടന്നങ്ങ് എത്തി. ഞാൻ പറഞ്ഞില്ല, ഇതാണ് കേട്ടോ ആ കായൽ. നിങ്ങൾ കണ്ടല്ലോ, കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്താ പറഞ്ഞാൽ, ഒരു വൃത്തിയില്ലാതെ സൈഡിലെല്ലാം അഴുക്കും കാര്യങ്ങളുമായിട്ടൊക്കെ കേട്ടോ അങ്ങനെ കിടക്കുന്നത്. എനിക്ക് അതിനകത്ത് ഇറങ്ങാനേ തോന്നിയില്ല. അത് കഴിഞ്ഞിട്ടാണെങ്കിലും ഞങ്ങൾ പിന്നെ അങ്ങനെ നടന്ന് പോയി. കാരണം നമ്മളിപ്പോൾ നടന്ന് പോകുമ്പോൾ കാലിൽ മൊത്തം ചെളിയും മണ്ണും ഒക്കെ ആവും കേട്ടോ. അറിയാമല്ലോ, ബീച്ചിൽ വന്നാൽ നമ്മുടെ ഒരു സ്ഥിരം പ്രശ്നം അതാണ്, മൊത്തം മണ്ണാവും. പക്ഷെ കുറേ ലോങ് നടക്കാനുള്ളത് കൊണ്ട് ആകെ നമ്മളങ്ങ് അവശരായിപ്പോവും. എന്തായാലും ഒരുവിധം നമ്മൾ വണ്ടിയുടെ അടുത്തെത്തി. അപ്പോൾ ലാസ്റ്റായിട്ട് നമ്മൾ ആ ബീച്ചിൻ്റെ ഒരു അസ്തമയത്തിൻ്റെ ഒരു വ്യൂ കിട്ടാൻ വേണ്ടി ചെറിയൊരു വീഡിയോ എടുത്തു. അപ്പോൾ അത് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഇതേണ്ട കായലിൻ്റെ അടുത്തെത്തി. ജസ്റ്റ് കാലും കൈയൊക്കെ ഒന്ന് ഫ്രഷ് ആകണമായിരുന്നു. അപ്പം വലിയ ഇത് ഇച്ചിരി ഒഴുകുന്ന സ്ഥലമായതുകൊണ്ട് അങ്ങനെ അധികം വേസ്റ്റ് ഒന്നും കിടപ്പില്ല അവിടെ കേട്ടോ. അപ്പോൾ അവിടെ ഇറങ്ങി കൈയും കാലും ഒക്കെ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞങ്ങൾ ഇതേണ്ട രണ്ടുപേരെയും പിടിച്ച് മുകളിൽ പോസ്റ്റിൻ്റെ മണ്ടയിലൊക്കെ കയറ്റി ഇരുത്തിയിട്ടുണ്ട്. ഇനി പോകാനുള്ള തയ്യാറെടുപ്പാണ്. ഇറങ്ങി കഴിഞ്ഞാൽ കാലിലൊക്കെ മണ്ണാവും. അപ്പോൾ അച്ഛൻ വണ്ടി എടുക്കാൻ പോയി. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷം. കുഞ്ഞിയുടെ ഒരു ബർത്ത്ഡേക്ക് അവളുടെ ഒരു ചെറിയ കുഞ്ഞു ഓർമ്മയിൽ തങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോയൊരു യാത്രയാണ്. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഇന്നത്തെ കുഞ്ഞു വിശേഷം. അപ്പം നമ്മൾ എടുത്തൊരു വീഡിയോ ഇവിടെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഷോർട്സ് വീഡിയോസൊക്കെ യൂട്യൂബിൽ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്